പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉപകർത്താവെ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ അധികം പേരൊന്നുമില്ല ഇങ്ങനെ അതീവ വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടുകൂടെ, ആഴമായ ഉറപ്പോടുകൂടെ നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയുന്നവർ. അതിനകത്തൊരാൾ ബഥാനിയയിലെ വിശുദ്ധ മർത്തയാണ്. ലാസറിൻ്റെ സഹോദരിയായ മർത്തയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണിത്. അവൾ കർത്താവിനെ തൻ്റെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. മർത്ത ചെയ്ത മേന്മയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്. അവൾ കർത്താവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കർത്താവിന് വേണ്ടി അവൾ ഓടി നടന്നു. കർത്താവിന് വേണ്ടി അവൾ എല്ലാം ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. കർത്താവിനെ ഇങ്ങനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ, കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ മനസ്സായ ഒരാൾ. അതിനു വേണ്ടിയിട്ട് അവൻ വരുമ്പോൾ ഒരുക്കങ്ങൾ നടത്താനായിട്ട് സ്വന്തം ജീവിതം ഇങ്ങനെ ത്യാഗപൂർവം മാറ്റിവെച്ച ഒരാൾ. കർത്താവ് അത് ചെറിയ തിരുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെ സ്വീകരിക്കാനായിട്ട് കർത്താവിനെ. ഈശോ പറയുന്നുണ്ടല്ലോ, എന്നെ സ്വീകരിക്കുന്നവൻ ഇങ്ങനെ എൻ്റെ സ്വർഗരാജ്യത്തിലെ അവകാശികളായിട്ട് മാറുമെന്നൊക്കെ. ആ ഒരു വലിയ വാഗ്ദാനം മർത്തായിലിങ്ങനെ നിറവേറുന്നതിൻ്റെ ഓർമ്മയാണ് ഇന്നത്തെ തിരുനാൾ. വിശുദ്ധയായിട്ട് മാറി എന്നുള്ളതാണ്. കർത്താവിനെ സ്വീകരിച്ച ഒരാൾ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ ഒരാൾ വിശുദ്ധയായി മാറി എന്നുള്ളതാണ്. കർത്താവിനെ ഭവനത്തിലേക്ക് സ്വീകരിക്കാൻ, ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വീകരിക്കുവാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണിത്. മർത്തായ്ക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റെന്താണെന്ന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. മറിയം ശരിയായത് സ്വീകരിച്ചിരിക്കുന്നു. മർത്ത ഈശോയെ സ്വീകരിക്കുന്നത് തൻ്റെ ഭവനത്തിലേക്ക് വരുന്ന ഒരു അതിഥിയായിട്ടാണ്. ഒരു അതിഥിയായിട്ടാണ് ഈശോയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അതിഥിയെ സ്വീകരിക്കുന്നതും ദൈവത്തെ സ്വീകരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിഥിയെ സ്വീകരിക്കുന്ന മനുഷ്യരുടെ നന്മകൾക്ക് സ്വർഗം പ്രതിഫലം കൊടുക്കും. എന്നാൽ ദൈവത്തെ തന്നെ സ്വീകരിക്കുന്നവർക്ക്, വചനം പറയണതനുസരിച്ച്, ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച്, സ്വർഗരാജ്യത്തിൽ അവർ എന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കും, ഞാൻ അവർക്ക് വിളമ്പിക്കൊടുക്കും. കാരണം ദൈവത്തെ സ്വീകരിച്ച ഒരാൾക്ക് ദൈവം തന്നെ വിളമ്പിക്കൊടുക്കുന്നത്. അതിഥിയെ സ്വീകരിക്കുന്നവർക്ക് അതിഥിക്ക് അതിൻ്റെ നന്മകളാണ് സ്വർഗം കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് മർത്തയോട് പറയാൻ, മർത്ത നീ പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയും ആകുലചിത്തയുമാണ്, ഓടി നടക്കാണ്. പക്ഷെ എനിക്കിപ്പോൾ വേണ്ടത് നിങ്ങളുടെ ഒരു കൂട്ടാണ്, നിങ്ങളെൻ്റെ കൂടെ ഇരുന്നാൽ മതി. ഈശോ അതിന് പറയണതിന് കാരണമുണ്ട്. ജെറുസലേമിലേക്ക് പോകുന്ന ഒരാൾ, അതിന് തൊട്ട് മുൻപൊക്കെ നമ്മൾ വായിക്കുന്ന അതാണ്, ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു, അവരെന്നെ അവിടെ വെച്ച് പിടിക്കും, എന്നെ വധിക്കും എന്നൊക്കെ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ് ഈ മരണത്തിലേക്ക് നടന്നു പോകുന്ന ഒരാൾക്ക് പാത്രങ്ങൾ കിലുങ്ങുന്ന ശബ്ദം പോലും അസ്വസ്ഥതയാണ് ഉണ്ടാക്കണേ. ശരിക്കും ആൾക്ക് വേണ്ടത് വെറുതെ ഇരുന്ന് അവനെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സാണ്, ഒന്ന് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു വീട്ടിൽ ചെല്ലണു, വീട്ടിൽ ചെന്നിട്ട് നമ്മളവിടെ സംസാരിക്കാനായിട്ടിരിക്കുമ്പോൾ ഇവർ ചായ എടുക്കാൻ പോയേക്കാം. അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക, നമ്മളിവിടെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. ആലോചിച്ച് നോക്കിയേ. ഇത് തന്നെയാണ് കർത്താവ് പറയണേ, മർത്ത നീ അവിടെ ഓടി നടക്കേണ്ട ആളല്ല, നീ ഇങ്ങോട്ട് വാ, എൻ്റെ കൂടെ ഇരിക്കുക, അതിനുള്ള പ്രതിഫലം നിനക്ക് സ്വർഗത്തിലുണ്ടാവും. വലിയൊരു കാര്യം പിന്നീട് സംഭവിക്കുന്നത്, ഈ മർത്തയുടെ പ്രാർത്ഥനയനുസരിച്ച് കർത്താവ് ഇങ്ങനെ ലാസറിനെ സുഖപ്പെടുത്തുന്നു എന്നുള്ളത്. വലിയ മിഷണറിയുടെ ദൗത്യമൊക്കെ ആയിട്ട്, മിഷണറിമാരുടെ ഒരു സഹായിയൊക്കെ ആയിട്ട് മർത്തയെ കത്തോലിക്ക സഭ കരുതുന്നുണ്ട്. ഇത്രയ്ക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് തീക്ഷ്ണതയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ മർത്ത മരണത്തിൽ നിന്ന് പോലും മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു മോഡലായിട്ടൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. കർത്താവിനോട് പറയണത്, കർത്താവെ 4 ദിവസമായി, ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കർത്താവിനോട് ആ വലിയ സങ്കടമൊക്കെ പറയുമ്പോഴാണ് ഈശോ കരയുകയും ചെന്നിട്ട് ലാസറിനെ ഉയർപ്പിക്കുകയൊക്കെ ചെയ്യണത്. വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ കർത്താവ് മർത്തയോട് പറയും, മർത്ത നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവമഹത്വം നീ ദർശിക്കും. വലിയ വലിയ ദൈവിക രഹസ്യങ്ങൾ കർത്താവ് മർത്തയിലൂടെ വെളിപ്പെടുത്തി തരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും.
മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്ക് അറിയാം. യേശു പറയുന്നു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. വലിയ സ്വർഗീയ രഹസ്യമാണ് ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും കർത്താവ് മർത്തയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. എന്നിട്ട് ചോദിക്കും, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോഴാണ് മർത്തയുടെ ഏറ്റുപറച്ചിൽ, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്കെല്ലാം സാധിക്കും. നിനക്ക് മരിച്ചവരെ ഉറപ്പിക്കാൻ പറ്റും. നിനക്ക് പിന്നീട് ഒരിക്കലും നശിച്ചു പോകാത്ത വിധം ജീവനെ ഇങ്ങനെ പുനരുദ്ധരിച്ച് നിർത്താനായിട്ട് പറ്റും. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മർത്തയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരണത് കർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാളായിട്ട് തന്നെയാണ്. ഈശോയെ സ്വീകരിക്കുകയും ഈശോയ്ക്ക് വേണ്ടി ഓടി നടക്കുകയും ഈശോയിൽ പരിപൂർണമായി വിശ്വസിക്കുകയും ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ കർത്താവ് തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു വിശുദ്ധയുടെ തിരുനാളിൽ കർത്താവിനെ ഒന്ന് സ്വീകരിച്ചു തുടങ്ങണം നമുക്ക്. എന്നിട്ട് കർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ തീക്ഷ്ണതയോടുകൂടെ കാര്യങ്ങൾ ചെയ്തു. കർത്താവിന് വേണ്ടിയിട്ട് വരുന്നൊരു അതിഥിക്ക് വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഈശോയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. ഈശോയുടെ വചനങ്ങൾ പരിപൂർണമായി വിശ്വസിച്ചു തുടങ്ങണം. കർത്താവ് ഇങ്ങനെ നമ്മളെ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നവരാണെന്നുള്ള തെളിച്ചത്തോടു കൂടെ വചനം ഇന്ന് 1-ാമത്തെ വായനയിൽ പറയുന്നുണ്ട്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിൻ്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയില്ല. ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി ഞാൻ നിന്നെ ഉയർത്തും. ഇങ്ങനെ അത്രയ്ക്ക് കർത്താവ് മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തി നിർത്തുന്ന, സദ്വചനങ്ങൾ പറയുന്ന, കർത്താവിനെ ഏറ്റുപറയുന്ന, സ്വർഗീയ രഹസ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന മനുഷ്യരെ. സദ്വചനങ്ങൾ പറഞ്ഞാൽ, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ ഞാൻ നിന്നെ എൻ്റെ നാവ് പോലെയാക്കും. മർത്തയുടെ അവസാനത്തെ ഏറ്റുപറച്ചിൽ അതാണ്, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മർത്തയുടെ തിരുനാളിൽ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവെ, അങ്ങയെ സ്വീകരിക്കാൻ, അങ്ങയെ ദൈവപുത്രനായിട്ട് അംഗീകരിച്ച് അങ്ങേക്ക് വേണ്ടി ഓടി നടക്കാൻ, അങ്ങയുടെ ദൈവിക രഹസ്യങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്താൻ, വിലകെട്ടവ പറയാതെ അങ്ങ് ദൈവപുത്രനാണെന്നുള്ള സുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. കർത്താവിന് വേണ്ടിയിട്ട് ജീവിച്ച ഈ ഒരു വിശുദ്ധ, കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഈ വിശുദ്ധ, കർത്താവിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് അവനെ ഏറ്റുപറഞ്ഞ ഈ വിശുദ്ധ നമുക്കും മധ്യസ്ഥം നിന്ന് അനുഗ്രഹം വാങ്ങി തരട്ടെ എന്ന അപേക്ഷയോടുകൂടെ ഈശോയുടെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ കർത്താവ് മർത്തയോട് പറയുന്ന ഒരു വചനമൊന്ന് ഓർക്കണത് നല്ലതാണ്. മർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ചും വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയുമാണ്. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, കർത്താവിനോട് ചേർന്നിരിക്കുക. മർത്തായോട് പറഞ്ഞ ഈ ദൈവിക രഹസ്യം ഒന്ന് മനസ്സിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് സ്വസ്ഥമായ മനസ്സോടുകൂടി നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ.